എല്ലാവർക്കും നമസ്കാരം. വീട്ടമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നൊരു ചിക്കൻ കറിയാണ്. അത് വളരെ എളുപ്പത്തിലും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനിവിടെ ഏകദേശം ഒരു 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഈ വലിപ്പത്തിലുള്ള ചിക്കൻ കഷ്ണങ്ങളാണ്. ഇത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനുള്ള മസാല തയ്യാറാക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത് ഉപ്പുപൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, ഇത് തേങ്ങ കൊത്തി അരിഞ്ഞെടുത്തത്, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, സവാള, 2 തക്കാളി, നമുക്ക് താളിച്ചിടാനായിട്ട് വറ്റൽമുളക്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചൊറുക്ക ചേർക്കുന്നുണ്ട്, അല്പം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചിക്കനിൽ മസാല പുരട്ടി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പ്, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ ഗരം മസാല. ഇത് നമുക്ക് അല്പം വിനാഗിരിയും വെളിച്ചെണ്ണയും ചേർത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മും. മസാലയൊക്കെ കഷ്ണങ്ങൾ നന്നായിട്ട് പരണ്ട്. ഇത് ഏകദേശം 1 മണിക്കൂർ നമുക്ക് വയ്ക്കണം. ഇറച്ചി കഷ്ണങ്ങളിൽ അരപ്പ് പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഇത് ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ നമുക്ക് അരിഞ്ഞെടുക്കേണ്ടത് പച്ചമുളക്, സബോള, തക്കാളി, ഇഞ്ചി, ഉള്ളി എന്നിവയാണ്. അപ്പോൾ ഉള്ളി നമുക്ക് നീളത്തിൽ അരിയാം, പച്ചമുളകും നീളത്തിൽ അരിഞ്ഞെടുക്കാം, സവാള വളരെ കനം കുറച്ച് അരിഞ്ഞ് എടുക്കാം, ഇഞ്ചിയും തക്കാളിയും അതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. തക്കാളി അരിഞ്ഞു വെച്ചു, പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, സവാളയൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് പാകം ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. സ്റ്റവ് കത്തിക്കണം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്,
ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞത്, ഉള്ളി നീളത്തിലരിഞ്ഞത്, സവാള. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിൽ ഇഞ്ചി ചതച്ച് ചേർത്തിട്ടുണ്ട്, അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഈ ഇഞ്ചി കൂട്ടി ചേർക്കുന്നത് നമുക്കിടെ ഇറച്ചിക്കറിക്ക് ടേസ്റ്റ് കൂട്ടും. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചി എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർക്കാം. കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില. അപ്പോൾ നമ്മൾ തക്കാളിയും കൂടി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് ഈ ചിക്കനിൽ നിന്ന് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വരും. ഞാൻ ചിക്കനിലിപ്പോൾ വിനാഗിരി ചേർത്താണ് ഒഴിച്ചു വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ഉണ്ടെങ്കിൽ തൈരോ അതല്ലെങ്കിൽ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഈ മൂന്നെണ്ണത്തിൽ ഏതായാലും മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറി പാകമായിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തൊന്ന് ഇറക്കി വയ്ക്കാം. അപ്പം നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.